വിൻസ്റ്റ ഡയഗ്നോസ്റ്റിക്സ് വടകരയിൽ അത്യാധുനിക ലാബ് സൗകര്യങ്ങളോടെ പ്രവർത്തനം ആരംഭിച്ചു. ലാബിന്റെ ഉദ്ഘാടനം ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിച്ചു. അത്യാധുനിക ലാബ് സൗകര്യങ്ങളുമായി വിൻസ്റ്റ ഡയഗ്നോസ്റ്റിക്സ് ആൻഡ് ഹെൽത്ത് കെയറിന്റെ പുതിയ സെന്റർ വടകര നട്ട് സ്ട്രീറ്റിൽ പ്രവർത്തനം ആരംഭിച്ചു. സെന്ററിന്റെ ഉദ്ഘാടനം ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിച്ചു. ലബോറട്ടറി ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്ഘാടനം വടകര MP ഷാഫി പറമ്പിൽ നിർവഹിച്ചു. പുതിയ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ലാബിൽ എല്ലാതരം പരിശോധനയും നടത്തുന്നതാണ് മനസ്സിലാക്കിയത്. മോഡേണാക്കി എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. രോഗം കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങളിൽ ഏത് മേഖലയാണെങ്കിലും സർക്കാർ തന്നെ സ്വാഗതം ചെയ്യും. സ്വകാര്യ മേഖലയാണെങ്കിലും പൊതുമേഖലയാണെങ്കിലും ജനത്തിൻ്റെ ആരോഗ്യം എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഉള്ള സൗകര്യങ്ങൾ ആരൊരുക്കുന്നു അത് നല്ല കാര്യമാണ്. പിന്നെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ഇല്ലാത്ത എക്യുപ്മെൻറ്റ്സുകളും വരുത്തുക എന്നുള്ള ഞങ്ങളുടെ ജോലിയാണ്. സ്വകാര്യ മേഖലക്കാർ അവരുടേതായിട്ടുള്ള ഇത് ചെയ്യട്ടെ. കാരണം രോഗങ്ങൾ കണ്ടുപിടിക്കലാണല്ലോ ഏറ്റവും പരമപ്രധാനം. അത് ആര് ചെയ്താലും സ്വാഗതമാണ്. ഒരു പത്തോളജിസ്റ്റ് നേതൃത്വം നൽകുന്ന സാങ്കേതിക വിദ്യ അധിഷ്ഠിതമായ ഡയഗ്നോസ്റ്റിക് സ്ഥാപനമാണ് വിൻസ്റ്റ ഡയഗ്നോസ്റ്റിക്സ്. സമീപ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് ആധുനികവും കൃത്യതയാർന്നതും ആരോഗ്യ പരിശോധനാ സേവനങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വിൻസ്റ്റ ഡയഗ്നോസ്റ്റിക്സ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിലും ലാബ് സൗകര്യങ്ങൾ ഇവിടെ ലഭ്യമാണെന്നും ഡയറക്ടർ ഡോക്ടർ MP മഞ്ജുഷ പറഞ്ഞു. അങ്ങനെ വടകരയിൽ വിൻസ്റ്റ ഡയഗ്നോസ്റ്റിക്സ് എന്ന് ഇനോഗ്രേഷൻ കഴിഞ്ഞിരിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയും ദേവസ്വം മന്ത്രിയായ മുരളീധരൻ സർ വന്നും ഇനോഗ്രേറ്റ് ചെയ്യുന്നു. കൂടാതെ ഷാഫി പറമ്പസും ഷാജി സറും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ വന്നിരുന്നു. അപ്പം ഇവിടെ വടകരക്കാരുടെ എല്ലാവരുടെയും സഹകരണം ഭയങ്കരമായി പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മളെല്ലാം തികഞ്ഞ ഒരു ലബോറട്ടറിയാണ്. എല്ലാം ഹോർമോൺസൊക്കെ ഇവിടെ തന്നെ ചെയ്യുന്നൊരു ടെസ്റ്റുകളും കൂടാതെ പെത്തോളജി വിഭാഗമായ കുത്തിവയ്പ്പ് ടെസ്റ്റ്, പാപ്സ്മിയർ ടെസ്റ്റൊക്കെ ഇവിടുന്ന് പണ്ട് കോഴിക്കോടും കണ്ണൂരൊക്കെ പോകുന്നതൊക്കെ കുറയ്ക്കാം. ഇവിടെ തന്നെ ഒരു ഡോക്ടറുണ്ട്. അപ്പം ഈ സേവനങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ഉപയോഗിക്കണം. എന്ത് ഹയർ ടെസ്റ്റുകൾ, അതായത് ജെനറ്റിക്സ്, മോളിക്കുലറൊക്കെ പലപ്പോഴും പല നാട്ടിലും പോയിട്ടാണ് അതൊക്കെ എന്താണെന്ന് തന്നെ അറിയുന്നത്. അപ്പോൾ അതിന് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ ഡോക്ടർമാരുടെ സേവനം ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ തന്നെ വന്നിട്ട് നിങ്ങൾക്ക് എല്ലാം എന്താ ടെസ്റ്റ്, എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനും ആൾക്കാരുണ്ട്. പിന്നെ ഇതൊരു പെത്തോളജി ലെഡ് ലബോറട്ടറിയാണ്. അപ്പോൾ പെത്തോളജിസ്റ്റുമാർ സൈൻ ചെയ്തിട്ട് പോകുന്ന റിപ്പോർട്ട്സ് ആയിരിക്കും. അപ്പം അതിനകത്തിനും വിശ്വസിക്കാം. ഇപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ ഡയറക്റ്റ് സംസാരിക്കാൻ വേണ്ടിയിട്ടൊരു അവസരം കൂടി ഇവിടെയുണ്ട്. അപ്പം എല്ലാവരും തീർച്ചയായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. നമ്മൾ 24 hours ലബോറട്ടറിയും കൂടിയാണ്. അപ്പോൾ 24 മണിക്കൂർ സേവനമുള്ളൊരു ലബോറട്ടറി വടകരയിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളെ സേവനങ്ങൾ 24 മണിക്കൂറുകളും അവൈലബിൾ ആയിരിക്കും. അപ്പം ഗവൺമെൻറ് ആശുപത്രിൻ്റെ അടുത്തും കൂടിയാണ്. റിസൾട്ട്സ് ഒക്കെ വേഗം കൊടുക്കാൻ പറ്റുന്നതാണ്. അതായത് ഹോർമോൺ ടെസ്റ്റൊക്കെ ഇവിടെ നിന്ന് രാവിലെ പോയ വൈകുന്നേരം വരുന്ന ഒട്ടുമുക്കാൽ ലബോറട്ടറീസ് റിപ്പോർട്ട്സ് പോകുന്നത്. ഇവിടെ ഒരു 3-4 hours തന്നെ നമുക്ക് എല്ലാ റിപ്പോർട്ട്സും ഡിസ്പാച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ചില റിപ്പോർട്ട്സ് 1 മണിക്കൂറിനുള്ളിൽ തന്നെ റിസൾട്ട്. പിന്നെ ഇവിടുന്ന് മുമ്പ് പുറത്തേക്ക് പോകുന്ന ടെസ്റ്റ് പെരിഫിൽസ്മിയർ, പെത്തോളജിസ്റ്റ് വിഭാഗമായ എല്ലാ ടെസ്റ്റുകളും നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ കൊടുക്കാൻ പറ്റുന്നതാണ്. പാക്കേജസ് ഉണ്ട്. നമുക്ക് നല്ലപോലെ പാക്കേജസ് നമ്മളിവിടെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. അപ്പം നല്ലപോലെ ഹോർമോൺസും കൂടാതെ വൈറ്റമിൻസ്, വൈറ്റമിൻ B12 അതിൻ്റെ എല്ലാം ഒരു ഡിസ്കൗണ്ട് പാക്കേജസ് നമുക്ക് ലഭ്യമാണ്. ചടങ്ങിൽ മുനിസിപ്പൽ ചെയർമാൻ PK ശശി, ഡയറക്ടർമാരായ നിഷാദ് M, ഡോക്ടർ ആശിഷ് ബെൻസ്, അബ്ദുൾ റഷീദ്, ജംഷീർ CV, സിദ്ധാർത്ഥൻ, മുഹമ്മദ് റാഫി CC, ഷനിൽകുമാർ MK, പത്തോളജിസ്റ്റ് ഡോക്ടർ മുഹമ്മദ് അഷ്റഫ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.